ഇന്ന് സന്തോഷവും അതേപോലെ സങ്കടവും ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടായി. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണിത്. കഴക്കൂട്ടം സ്വദേശിനി ജയകുമാർ ഇന്ന് 5 പേരിലൂടെ ജീവിക്കും. കാരണം മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ഈ 35 വയസ്സുകാരുടെ ഹൃദയമടക്കമുള്ള അവയവങ്ങൾ ഇന്ന് ദാനം ചെയ്തു. അപ്പോൾ ഇന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ശരിക്കും ഈ ജീവിതം അടുത്തിട്ടാണെന്നുള്ള ജയകുമാർ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. എന്തായാലും ആ മരണം നമ്മളത് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. മരണത്തിലേക്ക് പോയി അവരുടെ അവയവങ്ങൾ ഇന്ന് ദാനം ചെയ്തു. മലപ്പുറം സ്വദേശിയായ 14 വയസ്സുകാരിക്കാണ് ഹൃദയം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസിൽ ഈ ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. കൊച്ചിയിൽ ഇസി ആശുപത്രിയിലാണ് ഈ ശസ്ത്രക്രിയ നടക്കുക. ഇതാണ് അതിൻ്റെ വിവരങ്ങൾ. 5 പേർക്ക് പുതുജീവനേകിയാണ് കഴക്കൂട്ടം ടെക്നോ പാർക്കിൽ IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ജയകുമാർ യാത്രയായത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജയിയുടെ മസ്തിഷ്ക മരണം ഇന്നലെയാണ് സ്ഥിരീകരിച്ചത്. പിന്നാലെ അവയവദാനത്തിന് ബന്ധുക്കൾ കേസോട്ടോയെ സമ്മതം അറിയിച്ചു. ജയകുമാറിന്റെ ഹൃദയം കിംസ് ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ചു. ഇതിലും പ്രായം കുറഞ്ഞ കുട്ടി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഫീമെയിൽ ഹാർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം മാച്ച് ആവും എന്നുള്ളത് കൊണ്ടാണ് ഈ കുട്ടിക്ക് നമ്മൾ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചത്. ലിസി ആശുപത്രിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 14 വയസ്സുകാരിക്കാണ് ഹൃദയം നൽകിയത്. ഒരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസിലേക്കും മറ്റൊരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്കും മാറ്റിവെക്കും. നേത്രപടലങ്ങൾ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്കും ദാനം ചെയ്തു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.